ഹലോ, നമുക്കിന്നൊരു മിനി ബുക്ക് ഉണ്ടാക്കിയാലോ? അതിന് വേണ്ടിയിട്ട് ആദ്യമേ ഒരു നീളമുള്ള ഷീറ്റ് എടുക്കുക. അതിൻ്റെ ലെങ്ത് ഞാൻ എടുത്തേക്കുന്നത് 32 സെൻറ്റിമീറ്റർ നീളവും വീതി 5 സെൻറ്റിമീറ്ററാണ് ഞാൻ എടുത്തേക്കുന്നത്. അത് തന്നെ കറക്റ്റായിട്ട് എടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു അളവ് എടുക്കാം. പക്ഷേ പിന്നീട് അതിൻ്റെ കവറൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിനനുസരിച്ച് അതിൻ്റെ അളവ് മാറ്റിയാൽ മതി. അപ്പം ഞാൻ അങ്ങനെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഈ ചെയ്യുന്ന പോലെ തന്നെ പേപ്പേഴ്സ് ഒന്ന് മടക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ 4 എടുക്കാം. ഞാൻ ഇതേ ഷേപ്പിലുള്ള 4 കൂടെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്നിച്ച് ഒട്ടിച്ച് വെക്കാം. ഇനി ഞാനൊരു ക്രേ പേപ്പർ എടുത്തിട്ടുണ്ട്. പിന്നെ പഴയ ബുക്കിൽ നിന്ന് കീറിയ 2-3 ബൈൻഡിൻ്റെ പീസസ് കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വലിയ പീസിൻ്റെ ലെങ്ത് വരുന്നത് 5x4 ആണ്. ചെറുതിൻ്റെത് ഒരു 0.5x5 ആണ് ഞാൻ ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ആ ബുക്ക് പൊതിയേണ്ട ആ ഷേപ്പിൽ അതേ മെഷർമെൻറ്റ്സിൽ വേണം നമ്മളത് എടുക്കാൻ. ഇനി നമുക്കത് ആ ക്രേ പേപ്പർ വെച്ചിട്ട് 4 സൈഡും ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ആ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ആ ബുക്ക് പേപ്പറിൻ്റെ മൊത്തം നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. നേരത്തെ ഗം തേച്ചില്ലേ, അതേ ഭാഗത്ത് തന്നെ ഒന്നുകൂടെ ഗം തേക്കുക. എന്നിട്ട് ഈ ബൈൻഡിനകത്തേക്ക് ഒട്ടിക്കുക. കുറച്ച് പ്രഷർ അപ്ലൈ ചെയ്യണം ഇത് ഒട്ടി വരാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്ക് ആദ്യത്തെ പേപ്പർ അവസാനത്തെ പേപ്പറും ഇതേ ബൈൻഡിൻ്റെ പുറത്തേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. കുറച്ചുകൂടെ ഗ്രിപ്പിന് വേണ്ടിയിട്ടാണിത്. പിന്നെ ആ ബൈൻഡിൻ്റെ ആ ഒരു പോർഷനൊക്കെ ഒന്ന് കവറായിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ കണ്ടില്ലേ, എഴുതാൻ പറ്റുന്ന രീതിയിൽ ഒരു ബുക്ക് ആയിട്ടുണ്ട്. ഇനി ഇതിന് കുറച്ചുകൂടെ ഒന്ന് ക്യൂട്ട്നെസ് ആക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു സ്റ്റിക്കറും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഈ സ്റ്റിക്കറിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, ക്യൂട്ടായിട്ടില്ലേ? ഇനി ഇതേപോലെ തന്നെ വേറൊരു ടൈപ്പിൽ നമുക്ക് അടുത്ത ഒരു ബുക്ക് കൂടെ ഉണ്ടാക്കാം. അപ്പം ഞാൻ ആദ്യം ഇത് റെക്റ്റാങ്കിൾ ഷേപ്പിൽ നേരത്തെ പോലെ ഉണ്ടാക്കാൻ നോക്കിയതാണെങ്കിലും പിന്നെ എനിക്ക് ബോറടിച്ചു റെക്റ്റാങ്കിൾ ഷേപ്പിൽ ഉണ്ടാക്കാൻ. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ സൈഡ്സ് ഒന്ന് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നേരത്തെ പോലെ തന്നെ ഒരു സൈഡിൽ ഗം തേച്ച് കൊടുക്കുന്നുണ്ട്. അത് കറക്റ്റായിട്ട് ഒട്ടുന്നത് വരെ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം. കഴിഞ്ഞ വീട്ടിൽ കുറച്ച് പേര് എന്നോട് ഹായ് പറയായിരുന്നു. ശ്രീനന്ദ, അസ്മിത, അഷ്റഫ്, ആയിഷ, സജ, ഇഫ, അഭിനവ്, ഇഷാനി, നന്മ, ജിസ, സെലിൻ, ഹാദിയ, ഹന്ന, റൂബ, ദേവനന്ദ, ഫിൻഷ, ക്രിസ, ആദ്യ, ആമി, മാർവ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വകയൊരു ഹായ്. പിന്നെ ഞാനൊരു ഫോം പേപ്പർ എടുക്കുന്നുണ്ട്. ഫോം പേപ്പർ എടുത്തിട്ട് ഗമ്മ് നേരത്തെ ഒട്ടിച്ച് അതേ സൈഡിൽ തന്നെ കുറച്ചുകൂടെ തേച്ചിട്ട് ആ ഫോം പേപ്പറിനകത്തേക്ക് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് നേരം കട്ടിയായിട്ട് പിടിച്ചുകൊണ്ടിരിക്കണം, അത് ഒട്ടുന്ന വരെ. എന്നിട്ട് ഞാൻ ആ ഫോം പേപ്പറിൻ്റെ ആ സൈഡ്സും ഇതേപോലെ തന്നെ റൗണ്ട് ഷേപ്പിൽ വെട്ടിയെടുക്കുകയാണ്. ഇതിപ്പോൾ ഫോം പേപ്പർ ആയതുകൊണ്ട് തന്നെ ഇത് തുറന്നു പോകും. അതിന് വേണ്ടിയിട്ട് നമുക്ക് അടച്ചു വെക്കാൻ വേണ്ടിയിട്ട് ഒരു മെത്തേഡ് എന്തെങ്കിലും ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാൻ പഴയ ഡയറിക്കകത്തൊക്കെ കാണുന്ന ഒരു വള്ളിയില്ലേ, ആ വള്ളി എടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് 2 സൈഡും ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഫ്രണ്ടിലേക്ക് കയറ്റിയിട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് ഇങ്ങനെ വെച്ചേക്കുന്നതുകൊണ്ട് തന്നെ ഇതിനി തുറന്നു പോയില്ല. എന്നിട്ട് ക്യൂട്ട്നെസ് ഒന്നുകൂടെ കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പഴയ കീ ചെയിനകത്ത് നിന്ന് 2 ക്യൂട്ടായിട്ടുള്ള കീ ചെയിൻ്റെ പാർട്സ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ ഈ കീ ചെയിൻ്റെ പാർട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. അതില്ലെങ്കിൽ പോലും നമ്മുടെ സംഭവം ക്യൂട്ടല്ലേ. ഇനി എൻ്റെ ലാസ്റ്റ് പാർട്ട് വർക്ക് ആവുന്നുണ്ടോയെന്ന് അറിയണമല്ലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ തുറക്കുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇതിനകത്ത് എഴുതാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ടു ഡു ലിസ്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും എഴുതി വെക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ടൈം ടേബിളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ റിമൈൻഡ് ചെയ്യാനുള്ളത് ഇതിനകത്തേക്ക് എഴുതി വെക്കാം. എന്നിട്ട് അതേപോലെ തന്നെ അടച്ചു വെക്കാം. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ. നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഐഡിയാസ് അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇട്ടേക്കണേ. നമുക്കതൊക്കെ ഒന്ന് ചെയ്ത് നോക്കാന്നേ.